everybody. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. Praise God for one more opportunity to share the word. ഈ ഒരു അവസരം കൂടി വചനം പങ്കുവെക്കാൻ തന്നതിന് ദൈവത്തിന് സ്തുതി. I thank the Lord for the Holy Spirit inspired worship and intercession we just witnessed. നമ്മളിപ്പം സാക്ഷ്യം വഹിച്ച പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും ദൈവത്തെ സ്തുതിക്കുന്നു. I think the worship team mostly touched on everything that I want to share today. ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിച്ച എല്ലാത്തിലും വർഷിപ്പ് ടീം കൂടി കൈവച്ചിട്ടുണ്ട്. I feel like worship is the ignition that starts the engine. എനിക്ക് തോന്നുന്നു വർഷിപ്പാണ്, ആരാധനയാണ് എഞ്ചിനെ തുടക്കുന്ന ആ ഒരു തീപ്പൊരി. And I praise God for that. അതിനായി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I like the fact that they said നീ മാത്രം മതി. നീ മാത്രം മതി എന്ന് ആരാധനയുടെ ടീം പറഞ്ഞത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. That is connected to what I'm going to share today. കാരണം ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചാണ്. So let's just say a word of prayer. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Father, we invite you to come and teach us. അപ്പ ഞങ്ങളെ വന്ന് പഠിപ്പിക്കാൻ അങ്ങേ ക്ഷണിക്കുന്നു. Open our hearts to receive the word of God. അങ്ങയുടെ വചനം സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ അപ്പ. Minister to us, Lord, this evening. ഇന്ന് ഞങ്ങളുടെ മധ്യ അങ്ങ് ശുശ്രൂഷ ചെയ്യണമേ. And I pray that there will be a fresh deposit of heaven within our spirits, Lord. സ്വർഗത്തിന്റെ പുതിയൊരു നിക്ഷേപം ഞങ്ങളുടെ മധ്യയിൽ നിന്ന് ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Use your servants for that purpose. ഞങ്ങൾ ആ ഒരു ആവശ്യത്തിനെ അങ്ങ് ഞങ്ങളെ ഇന്ന് ശുശ്രൂഷിക്കണമേ. Thank you, Lord. We give you glory in Jesus' precious name. Amen. നന്ദി പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. Hallelujah. ഹല്ലേലൂയ. So today I want to talk about faith. ഇന്ന് ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പങ്കിടാൻ ഉദ്ദേശിക്കുന്നു. Very simple. വളരെ വളരെ ലഘുവായ കാര്യമാണ്. And I want to speak from the story of the woman that had the issue of blood. അപ്പം രക്തസ്രാവം ഉണ്ടായിരുന്ന ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് പങ്കിടാൻ ഉദ്ദേശിക്കുന്നു. Everyone knows that story, right? ആ കഥ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? It's found in 3 portions in the Bible. അത് വേദപുസ്തകത്തിൽ 3 ഇടങ്ങളിലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. We see it in Matthew 9:20-22, മത്തായി 9:20 തൊട്ട് 22-ലും, Mark 5:25-34, മർക്കോസ് 5:21 തൊട്ട് 34-ലും, and also in Luke 8:43-48. ലൂക്കോസ് 8:43 തൊട്ട് 48-ലും. But for today I want to take the portion from Mark 5:25-34. ഇന്ന് നമ്മുടെ ആവശ്യത്തിനായി മർക്കോസിന്റെ 5:25 തൊട്ട് 34 വരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. So we see in verse 25 a woman who had a hemorrhage for 12 years. 25-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 12 സംവത്സരമായിട്ട് രക്തസ്രവമുണ്ടായ ഒരു സ്ത്രീയെ കുറിച്ച്. We see in some versions the word hemorrhage being used, in other versions flow of blood, issue with blood, and so on. ആ സ്ത്രീക്കുണ്ടായ അസുഖത്തെക്കുറിച്ച് പല വേദപുസ്തകത്തിന്റെ വെർഷനിലും പലതരമായിട്ട് നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. So basically a woman had a severe health condition for 12 years. ഒരു കാര്യം ഉറപ്പാണ്, 12 വർഷമായിട്ട് ഭയങ്കര വലിയൊരു അവസ്ഥയിൽ കൂടെ ആ സ്ത്രീ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. Can we just imagine that? അതൊന്ന് നമുക്കൊന്ന് ഓർക്കാൻ കഴിയുമോ? 12 years severe health condition. 12 വർഷമായിട്ട് വളരെയധികം ശാരീരികമായ അസ്വസ്ഥത നേരിക്കൊണ്ടിരിക്കുന്നു. 12 years of a severe difficulty. 12 വർഷമായിട്ട് വളരെയധികം കഷ്ടപ്പാടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. And for some of us it might not be a disease. നമ്മൾ ചിലവർക്ക് അതൊരു രോഗമായിട്ട് കാണില്ലായിരിക്കാം നമ്മുടെ അവസ്ഥകൾ. It could be a situation. നമ്മുടെ സാഹചര്യങ്ങളായിരിക്കാം. It could be a relationship. നമ്മുടെ ബന്ധങ്ങളിലായിരിക്കാം. Anything for anyone it can be different. പലവർക്കും പല തരത്തിലായിരിക്കാം കഷ്ടപ്പാട്. But we see this woman was suffering. പക്ഷേ ഈ സ്ത്രീ കഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. It was a chronic condition. അത് വളരെയധികം ദുരിതമുള്ള ഒരു അവസ്ഥയായിരുന്നു. What is chronic? വളരെയധികം പ്രശ്നമുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? It is a persistent condition. ആ അവസ്ഥ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. And we see that she had endured much. ആ സ്ത്രീ ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. In verse 26 we read, and had endured much at the hands of many physicians, and spent all that she had, and was not helped at all, but instead had become worse. 26 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പല വൈദ്യന്മാരാലും ഏറെയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നു എന്ന്. So here we see a woman who tried all the options.
അപ്പം ഈ സ്ത്രീ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിരുന്നു. endured much at the hand of doctors, വൈദ്യന്മാരാൽ ഒത്തിരി സഹിച്ചു. had spent all the money she had probably. തനിക്കുണ്ടായിരുന്ന സമ്പത്തൊക്കെ അതിനായി ചെലവഴിച്ചു കാണും. So great financial loss. അപ്പം വലിയ സാമ്പത്തികരമായ നഷ്ടം നേടേണ്ടി വന്നു. Still became worse. എങ്കിലും ആ ദീനം പോയില്ല, അത് മോശമായിക്കൊണ്ടിരുന്നു. And in verse 27 we read, after hearing about Jesus. 27ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആ സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട്. After hearing about Jesus. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടതിന് ശേഷം. That's where the scene changes. അവിടാണ് ഈ രംഗം മാറുന്നത്. After hearing about Jesus. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടതിന് ശേഷം. Say this after me. After hearing about Jesus. എന്റെ കൂടെ ഒന്ന് പറയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടതിന് ശേഷം. Then we read a whole different account. പിന്നെ നമ്മൾ അങ്ങോട്ട് വായിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. So now let's focus on Jesus. അപ്പൊ നമുക്കിപ്പം യേശു ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാം. Where was Jesus? യേശു ക്രിസ്തു എവിടെയായിരുന്നു? Just like we heard, I think Gloria say, Jesus had gone to the other side. ഗ്ലോറിയ പറഞ്ഞ പോലെ നമുക്ക് ശ്രദ്ധിക്കാം, യേശു ക്രിസ്തു അപ്പുറത്തെ വശത്ത് പോവുകയായിരുന്നു. He had gone to the other side on a boat to heal the demon-possessed man. പടകിൽ അങ്ങേ വശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭൂതങ്ങളാൽ ബാധിച്ച ഒരു മനുഷ്യനെ ഭേദപ്പെടുത്താൻ. And then he reaches back. എന്നിട്ട് തിരിച്ചു വന്നു. We see that in verses 21 to 24. In verse 21 we read, when Jesus had crossed over again in the boat to the other side, a large crowd gathered around him and he stayed by the seashore. മർക്കോസ് 5:21 നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാം, യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അരികിൽ വന്നുകൂടി. So Jesus had gone to the other side and then come back. യേശു ക്രിസ്തു അപ്പം അങ്ങേ വശത്ത് പോയി മടങ്ങി വരികയായിരുന്നു. Just landed from a foreign trip. അപ്പം ഒരു ഫോറിൻ ട്രിപ്പിൽ നിന്ന് വന്നതേ ഉള്ളായിരുന്നു. And then suddenly a crowd gathered around him. അപ്പം ഉടനെ ഒരു പുരുഷാരം അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി. And in all likeness he probably started teaching or ministering again. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന പോലെ ഉടനെ തന്നെ പഠിപ്പിക്കാനും ശുശ്രൂഷ ചെയ്യാനും ആരംഭിച്ചിരിക്കാം. And that's when we read in verse 22 that a synagogue official named Jairus came and fell at his feet. ആ നേരം നമ്മൾ 22 ഇങ്ങനെ വായിക്കാം, പള്ളി പ്രമാണികളിൽ യൈറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനോട് കൂടെ കാൽകിൽ വീണു. And we see him pleading with him, my daughter is at the point of death. Please come and lay your hands on her so that she will get well and live. 23 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. And Jesus suddenly, listened to that request and went off with him. We read that in verse 24. 24-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, അത് കേട്ടോടനെ യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ കൂടെ പോയി. And a large crowd was following him and pressing in on him. അപ്പോൾ ആ വലിയ പുരുഷാരം അദ്ദേഹത്തിന്റെ പിന്നെ പോയി അദ്ദേഹത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. A large crowd was following him and pressing in on him. അപ്പം ആ വലിയ പുരുഷാരം അദ്ദേഹത്തിനെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും വരുന്ന അദ്ദേഹത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. How many of you have traveled in a packed KSRTC bus? നിങ്ങൾ എത്ര പേര് വളരെയധികം തിരക്കുള്ള ഒരു KSRTC ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ട്? When I thought of an example, this is the best example I could think of. ഞാനൊരു ഇത് പറയാനൊരു ഉപമയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ഉപമയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വന്നില്ല. It's very relatable. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഉപമയാണ്. Everyone is up into others' noses. എല്ലാവരും മറ്റുള്ളവരുടെ മൂക്കിനകത്തേക്കാണ് എപ്പോഴും. And you can smell each other's either perfume or sweat. പരസ്പരം വേർപ്പോ അല്ലെങ്കിൽ പെർഫ്യൂമോ നമുക്ക് മണക്കാൻ സാധിക്കും. You are packed like matti. നമ്മൾ മത്തി പോലെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്ന പോലെ പാക്ഡ് ആണ്. Just packed together. എല്ലാവരും ഒരുമിച്ചാണ് കൂടിയിരിക്കുന്നത്. Now imagine what Jesus was going through. ഇപ്പം നിങ്ങൾക്ക് അത് യേശുക്രിസ്തുവിന്റെ അവസ്ഥയിൽ ഒന്ന് ശ്രദ്ധിക്കാമോ? A large crowd was following him. അതുപോലെ തന്നെ വലിയൊരു പുരുഷാരം അദ്ദേഹത്തിനെ പിന്തുടരുകയായിരുന്നു. And pressing in on him. അദ്ദേഹത്തെ ഇങ്ങനെ കൂടിക്കേറി ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പുരുഷാരം. Everyone can imagine this? ഇത് എല്ലാവർക്കും ഒന്ന് മനസ്സിൽ വിചാരിക്കാൻ കഴിയുമോ? That is when a woman with the issue of blood enters the scene. അപ്പോഴാണ് ഈ രക്തസ്രവമുള്ള സ്ത്രീ രംഗപ്രവേശനം ചെയ്യുന്നത്.
And we read in verse 27, after hearing about Jesus. നമ്മൾ 27 ഇങ്ങനെ വായിക്കുന്നു, ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. So here is a woman that lost all hope and options. സർവ പ്രതീക്ഷയും സർവ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഭേദമാകാനുള്ള കണ്ടീഷനൊക്കെ പോയ ഒരു സ്ത്രീ. She tried all options that was available to her. പുള്ളിക്കാരത്തിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ പരിശ്രമിച്ചു നോക്കിയ ഒരു സ്ത്രീ. Everything that was in her disposal she tried. പുള്ളിക്കാരത്തിയുടെ ബലത്തിലുള്ള എല്ലാം പരിശ്രമിച്ച് കഴിഞ്ഞ ഒരു സ്ത്രീ. And she only became worse, the Bible says. പക്ഷേ പുള്ളിക്കാരത്തിയുടെ ആരോഗ്യനില ആണെങ്കിൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. But after hearing about Jesus, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടതിന് ശേഷം, what she probably heard about Jesus was that he did miracles wherever he went. ഒരു പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടത് പോകുന്നിടത്തൊക്കെ അത്ഭുതം ചെയ്യുന്ന വ്യക്തിയായിരിക്കും എന്നായിരിക്കാം. That the power of God was flowing through him. യേശുക്രിസ്തുവിൽ കൂടി ദൈവത്തിന്റെ ശക്തി ഒഴുകുന്നു എന്നായിരിക്കാം. So after she heard about Jesus, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടതിന് ശേഷം, we see here a faith that made her pursue Jesus. അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു തരം വിശ്വാസം യേശുക്രിസ്തുവിനെ പിന്തുടരുന്നു. A faith that made her want to go after this Jesus. ഈ യേശുക്രിസ്തുവിന്റെ പുറകെ പോകാൻ പ്രേരിപ്പിച്ച ഒരു വിശ്വാസം. In the midst of that, packed KSRTC bus. ആ തിരക്കുള്ള KSRTC ബസിന്റെ നടുവിലും, like we tried to find the conductor in that KSRTC bus. KSRTC ബസ്സിൽ തിരക്കുള്ളപ്പോൾ കണ്ടക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലത്തെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. That is if you want to pay the ticket and travel. അതായത് ടിക്കറ്റ് കൊടുത്ത് യാത്ര ചെയ്യാൻ ഉദ്ദേശമുള്ളപ്പോൾ മാത്രം. Since we are all people of integrity, പക്ഷെ നമ്മളൊക്കെ വളരെയധികം ആത്മാർത്ഥത ഉള്ളവരായതുകൊണ്ട് we will try to find the conductor, right? നമ്മളൊക്കെ കണ്ടക്ടറിനെ തേടി പിടിക്കാൻ ശ്രമിക്കും, അല്ലേ? Similarly, this lady is trying to pursue this Jesus in between a pressed in packed crowd. അതുപോലെ തന്നെ ആ സ്ത്രീയും ആ ഞെരുക്കത്തിന്റെ ആ തിക്കിലും തിരക്കിലും യേശുക്രിസ്തുവിനെ തേടി പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. I am just imagining her thinking, her thought. ഞാൻ ആ സ്ത്രീയുടെ മനസ്സിൽ കൂടെ ഓടുന്ന എന്തുമായിരിക്കും എന്ന് ചിന്തിക്കാൻ ശ്രമിക്കും. Probably after 12 years she got so fed up, right? After trying so many things. 12 വർഷം പരിശ്രമിച്ചതിന് ശേഷം പുള്ളിക്കാരത്തിയുടെ മനസ്സ് വിട്ട് കാണുമല്ലേ? What made her want to try again? എന്തുകൊണ്ടാണ് വീണ്ടും പരിശ്രമിക്കാൻ ഒരു പ്രേരണ ഉള്ളിലുണ്ടായത്? There are probably things in our life that we keep trying again and again, and we've just given up. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി അധികം പരിശ്രമിച്ച് പറ്റാതെ കൈവിട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. But we see here a woman that just tried again. പക്ഷെ ഈ സ്ത്രീ ആണെങ്കിൽ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. I see such a tenacious faith in this woman. ഒരു വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു വിശ്വാസം ഞാൻ കാണുന്നു ആ സ്ത്രീ. A tenacious faith. കൈവിടാൻ മനസ്സില്ലാത്ത ഒരു വിശ്വാസം. What does tenacious mean? കൈവിടാൻ മനസ്സില്ല, വിട്ടുകൊടുക്കാൻ മനസ്സിലെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? It is a never give up attitude. ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു മനോഭാവം. Hallelujah. Hallelujah. I can't even imagine after 12 years of suffering the same thing, getting the same results, she said, no, I'm going to try again. 12 വർഷം പരിശ്രമിച്ചിട്ടും ഒരു ഫലം കാണാത്ത എടുത്ത് എങ്ങനെ ആ സ്ത്രീ വീണ്ടും പിന്തുടരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. I want to encourage the church today evening to try again. ഞാൻ ഇന്ന് സഭയോട് പറയട്ടെ, വീണ്ടും ശ്രമിക്കുക. Don't give up. കൈവിടരുത്. Don't give up on people. ആൾക്കാരിൽ കൈവിടരുത്. Don't give up on the healing power of God. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന ബലത്തിൽ നിങ്ങൾ കൈവിടരുത്. Do not give up on the nature of God. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിങ്ങൾ കൈവിടരുത്. Do not give up on those prayer requests you've been bringing to the feet of Jesus. യേശു ക്രിസ്തുവിന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനയാഗങ്ങളിൽ നിങ്ങൾ കൈവിടരുത്. This is my prayer tonight. ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന. That faith will arise. വിശ്വാസം ഉണരട്ടെ. Let our faith arise. നമ്മുടെ വിശ്വാസം ഉണരട്ടെ. Can we just take a moment to pray to God? നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് ചെലവഴിക്കാമോ? Father, help us to അപ്പ ഞങ്ങളെ സഹായിക്കണമേ. increase our faith to a level where we don't give up. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തൊരു വിശ്വാസത്തിന്റെ തളത്തിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തണം. That we will keep firm hold of this faith. ഈ വിശ്വാസത്തെ ഞങ്ങൾ മുറുകി പിടിക്കത്തക്ക Increase our faith level, Lord Jesus. അത്രയ്ക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് Koraba വർദ്ധിപ്പിക്കണം. shandalaraga sandere rosho kolorobara satara kasatere gerediya kashandara heraba sondolorobara dianda kashakara diandre. For those who have gathered here and for those watching online, ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരും ഞങ്ങളെ ഓൺലൈൻ കാണുന്നവർക്കും
I just pray that faith will arise. ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ വിശ്വാസം ഉണരട്ടെ. Faith will go to the next level. അടുത്ത മണ്ഡലത്തിലേക്ക് വിശ്വാസം Not സഞ്ചരിക്കട്ടെ. yesterday's faith, ഇന്നലത്തെ വിശ്വാസം, not last minute's faith. കഴിഞ്ഞ നിമിഷത്തെ വിശ്വാസമല്ല. We might have been trying for 12 years 12 വർഷമായിട്ട് or പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. 30 years. 30 വർഷമായിട്ട്. It might be relationships. അത് വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. It might be finances. അത് നമ്മുടെ സാമ്പത്തിക It മണ്ഡലത്തിലായിരിക്കാം. might be children. നമ്മുടെ പിള്ളേരുടെ It കാര്യങ്ങളിലായിരിക്കാം. might be your marriage. കല്യാണത്തിന്റെ Oh, കാര്യത്തിലായിരിക്കും. I pray that faith will arise in Jesus' name. എന്തിലാണെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസം ഉണരട്ടെ എന്ന് Faith പ്രാർത്ഥിക്കുന്നു. arise in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസം ഉണരട്ടെ. Thank you, Jesus. We receive it in Jesus' name. We pray. Amen. നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നപ്പ. ആമേൻ. Amen. Prayer can definitely encourage us to believe. പ്രാർത്ഥന നമ്മളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കാം ഉറപ്പായിട്ടും. But prayer alone won't help us to believe. പക്ഷെ പ്രാർത്ഥന മാത്രം സഹായിക്കില്ല. So therefore, I want to share about 3 things about this tenacious faith we see in this woman's life. ഈ വിട്ടുകൊടുക്കാത്ത വിശ്വാസത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ പങ്കിടാൻ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഞാൻ ഇച്ഛിക്കുന്നു. 3 things. 3 കാര്യങ്ങൾ. Firstly, ആദ്യമായി tenacious faith requires you to take action. വിട്ടുകൊടുക്കാത്ത വിശ്വാസം നമ്മളിൽ നിന്ന് പ്രതികരണം അല്ലെങ്കിൽ പ്രവൃത്തി ആവശ്യപ്പെടും. From hearing about Jesus യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിൽ നിന്നും to pursuing Jesus. യേശുക്രിസ്തുവിനെ പിന്തുടരുന്നതിലേക്ക്. Tenacious faith cannot be just prayer alone. വിട്ടുകൊടുക്കാത്ത വിശ്വാസം പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നില്ല. Can you imagine if the woman heard about Jesus and just sat at home? ആ സ്ത്രീ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയിരുന്നെങ്കിലും ചിന്തിക്കാം എന്തായിരുന്നു. And just saying that again, this is one more thing I want to try, better not go for it. ഞാൻ കേട്ട ഒരു കാര്യമാണ്, ഇത് ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാം എന്ന് വിചാരിച്ച് ചുമ്മാ വീട്ടിലിരുന്നെങ്കിൽ. From hearing about Jesus to pursuing Jesus. യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിൽ നിന്നും യേശുക്രിസ്തുവിനെ പിന്തുടരുന്നതിലേക്ക്. We see in her life that in verse 27, after hearing about Jesus, she came up in the crowd behind him and touched his cloak. നമ്മൾ 27-ലും 28-ലും ഇങ്ങനെ വായിക്കാം, ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടുവെന്ന്. He touched his cloak. ആ വസ്ത്രം തൊട്ടു. So she moved from the sense of hearing to the sense of touch. അപ്പം കേൾക്കുന്ന ഇന്ദ്രിയത്തിൽ നിന്നും തൊട്ട് അനുഭവിക്കുന്ന ഇന്ദ്രിയത്തിലേക്ക് പുള്ളിക്കാരത്തി നീങ്ങി. She decided to pursue. പിന്തുടരാൻ പുള്ളിക്കാരത്തി ഒരു തീരുമാനമെടുത്തു. She decided to take action. ഒരു പ്രവൃത്തി എടുക്കണമെന്ന് തീരുമാനിച്ചു ആ സ്ത്രീ. Even after 12 years of trying everything. 12 വർഷമായി സകലതും പരിശ്രമിച്ചിട്ടും. The first few times if somebody suggests, I understand, we would go for it. ആദ്യത്തെ കുറച്ച് പ്രാവശ്യമാണ് നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ ആരിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതിവിധി പറഞ്ഞാൽ നമ്മൾ അത് ശ്രമിക്കാൻ ഒരു ഉത്സാഹം കാണും. But after many years, പല വർഷങ്ങൾക്ക് ശേഷം she still tried. എന്നിട്ടും ആ സ്ത്രീ ശ്രമിച്ചുകൊണ്ടിരുന്നു. I'm thinking even if this didn't work, she would have tried again. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒന്നും നടന്നില്ലെങ്കിലും ആ സ്ത്രീ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. Why? Because she was tenacious. എന്തുകൊണ്ടെന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ. She chose not to give up. അതായിരുന്നു ആ സ്ത്രീയുടെ മനോഭാവം, ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. So the first thing about tenacious faith is that tenacious faith requires you to take action. അപ്പം കൈവിടാത്ത വിശ്വാസത്തിന്റെ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിന്ന് ഒരു പ്രവൃത്തിയും അത് ആവശ്യപ്പെടും. In James 2:26 we read, for just as the body without the spirit is dead, so also faith without works is dead. യാക്കോബ് 2:26 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. We see here a comparison of a dead body to faith without works. അപ്പം ജീവനില്ലാത്ത ഒരു ശരീരവും വിശ്വാസമില്ലാത്ത പ്രവൃത്തിയും, അതായത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ കുറിച്ച് ഒരു കമ്പാരിസൺ നമുക്ക് കാണാം. Because we've seen in funeral services, people mentioning or referring to the person as a body.
കാരണം ഫ്യൂണറൽ സർവീസുകളിലൊക്കെ മരിച്ചു കിടക്കുന്ന വ്യക്തികളെ കുറിച്ച് ശരീരം എന്ന് ആൾക്കാർ വിശേഷിപ്പിക്കാൻ നമുക്ക് കേൾക്കാം. We no longer call them by name. അവരെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ പിന്നെ ഒരിക്കലും അവരെ കുറിച്ച് സംസാരിക്കാറില്ല. We say the body. ശരീരം. The body left the house. വീട്ടിലുള്ള ശരീരം. The body is taken to cemetery. സെമിറ്ററിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന എപ്പോഴാണ് ശരീരം? The body is being buried. എപ്പോഴാണ് ശരീരം കുഴിച്ചിടാൻ പോകുന്നത്? Similarly, faith without works is like a dead body. അതുപോലെ തന്നെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ഒരു ജീവനില്ലാത്ത ശരീരം പോലാണ്. The word here used in the Greek for works is the word ergon. ഗ്രീക്കിൽ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്ന വാക്ക് എർഗോൺ. Ergon. And that means it's an action that is carried out based on an inner desire. അതിൻ്റെ അർത്ഥം ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രവൃത്തി എന്നാണ്. An action that is carried out based on an inner desire. ഉള്ളിലുള്ള ഒരു തീരുമാനം, ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു പ്രവൃത്തി. That is why faith without action is dead. അതുകൊണ്ടാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായിരിക്കുന്നത്. Because if you just have an inner desire and you don't do anything about it, കാരണം നമുക്കുള്ളിൽ ഒരു ആഗ്രഹം മാത്രമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ then it's like it's a dead body. അതൊരു ജീവനില്ലാത്ത ശരീരം പോലാണ്. Let's imagine you want to get close to God. ഒന്ന് ചിന്തിക്കുക, നമുക്ക് ദൈവമായിട്ട് അടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. That's your inner desire. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം. You just want to be, closer to God than ever before. പണ്ടത്തെക്കാളും ദൈവത്തിലേക്ക് അടുക്കണമെന്നൊരു ആഗ്രഹം. But you're doing nothing about it. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ചുവടുകൾ എടുക്കുന്നില്ലെങ്കിൽ. You're not setting apart time. നമ്മൾ അതിനു വേണ്ടി നേരം നീക്കി വെക്കുന്നില്ല. You're not seeing how you can maybe read more scriptures. നമുക്ക് എങ്ങനെ അധികം വചനങ്ങൾ വായിക്കാം എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. That desire is just a desire. അങ്ങനെയാണെങ്കിൽ ആഗ്രഹം ആഗ്രഹമായിട്ടിരിക്കത്തേ ഉള്ളൂ. Therefore, we see in this woman's life that she decided to take action based on the faith she had, the inner desire she had. അതുകൊണ്ട് നമുക്ക് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ കഴിയും, ആ സ്ത്രീക്ക് അകത്തുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവൃത്തിയും ചുവടും എടുത്തു വെക്കാൻ ആ സ്ത്രീയെ കൊണ്ട് സാധിച്ചു. She wanted to be healed. She wanted her problem to be solved. So she decided, I want to take action. ആ സ്ത്രീക്ക് സൗഖ്യം ആവശ്യമായിരുന്നു, ആ സ്ത്രീയുടെ പ്രശ്നത്തിന് പരിഹാരം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീ തീരുമാനിച്ചു, ഞാൻ ഇതിന് ചുവടുകൾ എടുത്തു വെക്കാൻ The inner desire needed to be converted into an action. അകത്തുള്ള ആ ആഗ്രഹം അതിനെ പ്രവൃത്തിയാക്കി മാറ്റേണ്ടത് ആവശ്യമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Is everyone with me? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? Hallelujah. ഹല്ലേലൂയ. So tenacious faith requires you to take action. അതുകൊണ്ട് വിട്ടുകൊടുക്കാത്ത വിശ്വാസത്തിന് നമ്മൾ നിന്ന് പ്രവൃത്തിയും ആവശ്യപ്പെടും. So secondly, രണ്ടാമത്, tenacious faith overcomes obstacles. വിട്ടുകൊടുക്കാത്ത വിശ്വാസം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഒരുക്കമാണ്. It goes against all odds. എല്ലാ പ്രതിസന്ധമുള്ള സാഹചര്യങ്ങളെയും അത് അതിജീവിക്കാൻ ഒരുക്കമാണ്. It goes against status quo, existing condition. ഇപ്പോഴത്തെ നിലവാരം അതിന് എതിരെ പ്രവർത്തിക്കാൻ അത് ഒരുക്കമാണ്. It won't settle. അത് ഒരിടത്തും ചുമ്മാതിരിക്കുന്നില്ല. It pushes you to overcome. അത് നമ്മളെ അതിജീവിക്കാനായിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. Now let's go back to that bus analogy. അപ്പൊ നമ്മൾ തിരിച്ച് ആ ബസ്സിന്റെ കഥയിലേക്ക് വരാം. The crowd was against her. അപ്പം പുരുഷാരം ആ സ്ത്രീയുടെ എതിരെയായിരുന്നു. Such a huge crowd. അത് ഭയങ്കരം ഒരു പുരുഷാരമാണ്. I don't think we can just simply read it as now the large crowd was following him and pressing in on him. It was a large crowd that was following him and pressing in on him. എനിക്ക് തോന്നുന്നത് നമുക്ക് വെറും അലസമായിട്ട് ആ ഒരു വലിയ പുരുഷാരം അവനെ ചുറ്റും ഉണ്ടായിരുന്നു എന്ന് വായിച്ച് തള്ളാൻ പറ്റുന്നു. വലിയൊരു പുരുഷാരം അവനെ തള്ളി തിക്കി തിരക്കൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ള ആ തീവ്രതയിൽ തന്നെ നമ്മളത് മനസ്സിലാക്കണം. And probably the law of the land was also against her. Based on Judaic law, a woman with an issue of blood should be actually quarantined. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു അസ്വസ്ഥതയുള്ള സ്ത്രീ അശുദ്ധമാണ്, മാറ്റിവെക്കേണ്ടിയ സ്ത്രീയായിരുന്നു ആ സ്ത്രീ. Everything was against her. സകല സാഹചര്യം ആ സ്ത്രീയുടെ എതിരായിരുന്നു. I still don't know how she had the energy to go and just touch the fringe of Jesus' cloak. എങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ച് ആ സ്ത്രീക്ക് യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ അരികിൽ തൊടാനുള്ള ആ ബലം എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. I just pray that our pursuit will be that of such aggression.
ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവത്തെ പിന്തുടരുന്ന ഇതുപോലത്തെ തീവ്രത കൊണ്ടായിരിക്കണം. That we will aggressively pursue our Jesus. നമ്മൾ തീവ്രമായി നമ്മുടെ യേശു ക്രിസ്തുവിനെ പിന്തുടരുമെന്ന്. That we will aggressively go after our breakthrough. നമ്മുടെ ആ ബ്രേക്ക് ത്രൂവിനെ നമ്മൾ അത്ര തീവ്രതയോടെ പിന്തുടരുമെന്ന്. Oh Rabba Sandala Rabba Shakala Radia Sunduru Balaradi Yandere. Let the aggression in our spirit arise this evening. ഈ സന്ധ്യാസമയത്ത് നമ്മുടെ ആത്മാവിലുള്ള ആ തീവ്രത ഉണരട്ടെ. Oh, the kingdom suffers violence, but the violent shall take it by force. ദൈവരാജ്യം അതേയും തീവ്രതയിലായിരിക്കുന്നു, എന്നാൽ തീവ്രമായുള്ളവരെ അത് ബലത്താൽ കൈയടക്കുന്നു. To go against all odds. സർവ്വവിധ സാഹചര്യങ്ങൾക്കെതിരെ പോകുവാൻ. To go against status quo. ഇപ്പോഴത്തെ എന്ത് നിലവാരമാണെങ്കിലും അതിനെതിരെ പ്രവർത്തിക്കുക. To not settle for anything ordinary. സാധാരണമായ ഒരു കാര്യത്തിൽ തൃപ്തിപ്പെടരുത്. To go after the extraordinary. അസാധാരണമായതിനെ പിന്തുടരാൻ. That's what we call for. അതിനാണ് നമ്മളെ വിളിക്കപ്പെട്ടത്. That's what we call for. അതിനാണ് നമ്മളെ വിളിക്കപ്പെട്ടത്. Hallelujah. Hallelujah. We read in Revelation 3 verse 21. വെളിപ്പാട് പുസ്തകത്തിന്റെ 3:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. He who overcomes, I will grant to him to sit down with me on my throne, as I also overcame and sat down with my Father on his throne. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. He who overcomes. ജയിക്കുന്നവൻ. We are called to overcome, dear church. നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ജയിക്കുവാനാണ് സഭ. We are not called to be afraid of our obstacles. നമ്മുടെ സാഹചര്യങ്ങളെ ഭയക്കാനല്ല. And for us it might not be the crowd or the law of the land, it might be other things. നമ്മളെ സംബന്ധിച്ച് സ്ത്രീയുടെ കാര്യത്തിൽ കണ്ടപോലെ അത് പുരുഷാരമോ അല്ലെങ്കിൽ ആ രാജ്യത്തെ നിയമമോ അല്ലായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം. But whatever it may be, let our tenacious faith give us the courage to overcome obstacles. പക്ഷെ എന്തൊക്കെ സാഹചര്യങ്ങളാണാലും നമ്മുടെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത വിശ്വാസം അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ബലം നമുക്ക് തരട്ടെ. The Greek word for overcome we see in this verse is a verb form of the word Nike. ജയിക്കുന്നതിൻ്റെ ഗ്രീക്ക് പദം നമ്മൾ ഇവിടെ കാണുന്നത് ഒരു പ്രവർത്തനം സംബന്ധിക്കുന്ന ഒരു വാക്കാണ് നൈക്കി എന്ന് പറഞ്ഞു. അതിന്റെ ഒരു പ്രവൃത്തി അതിൽ കാണിക്കുന്നു. Everyone knows the brand Nike. നൈക്കി എന്ന ബ്രാൻഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമോ? Nike in Greek means victory. ഗ്രീക്കിൽ നൈക്കിന്റെ അർത്ഥം ജയിക്കുക എന്നാണ്. Just do it. Just do it. അതാണ് ആ നൈക്കി ഷൂവിന്റെ ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന ഒരു സ്ലോഗൻ. The word overcome comes from that word. ജയിക്കുക എന്നുള്ള പദം വരുന്നത് തന്നെ ആ നൈക്കി, which means to conquer. അതിന്റെ അർത്ഥം കീഴടക്കുക, which means to prevail. അതിന്റെ അർത്ഥം അതിജീവിക്കുക. Hallelujah. Today I want to just tell the church, just do it. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സഭയെ ഓർമ്മപ്പെടുത്തട്ടെ, നൈക്കിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അത് പോയി ചെയ്യുക. Just do it. We are called to overcome. നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിജീവിക്കാൻ. We are called not to, agree with the 12 years of the issue of blood. നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് 12 വർഷമായിട്ടുള്ള ആ കഷ്ടപ്പാടിനോട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകാനല്ല. We are called to step into a new realm of going after Jesus. നമ്മെ വിളിച്ചിരിക്കുന്നത് പുതിയൊരു മണ്ഡലത്തിൽ കൂടി യേശു ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ടിരിക്കാനാണ്. To receive that breakthrough. ആ ദൈവത്തിൽ നിന്നുള്ള വിടുതലിനെ സ്വീകരിക്കാനാണ്. To conquer. അതിജീവിക്കാനാണ്. To overcome. ജയിക്കുവാനാണ്. Hallelujah. Hallelujah. So firstly I said tenacious faith requires you to take action. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് വിട്ടുകൊടുക്കാത്ത വിശ്വാസം നമ്മളിൽ നിന്ന് പ്രവൃത്തി ആവശ്യപ്പെടുന്നു. Secondly I said tenacious faith overcomes obstacles. രണ്ടാമത് എന്ത് തടസ്സങ്ങളെയും അതിജീവിക്കാൻ ഉള്ളൊരു മനോഭാവം അതിലുണ്ട്. Thirdly, മൂന്നാമത് tenacious faith leads us to fear God and not man. വിട്ടുകൊടുക്കാത്ത വിശ്വാസം നമ്മളെ ദൈവത്തെ ഭയക്കാൻ പ്രേരിപ്പിക്കുന്നു, മനുഷ്യനെ അല്ല. We read in this scripture portion that when Jesus was searching for who touched her, നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കാം, യേശുക്രിസ്തു ആരാണ് എന്നെ തൊട്ടേ എന്ന് തേടിക്കൊണ്ടിരുന്നപ്പോൾ and the disciples were like, you see the crowd pressing in on you and you say who touched me. 31ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. And he looked around to see the woman who had done this.
അവനോ 32ാമത്തെ വാക്യം, അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. But we read in verse 33, but the woman, fearing and trembling, aware of what had happened to her, came and fell down before him and told him the whole truth. 33ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു എന്ന്. This woman could have just left that place after she received her healing. ആ സ്ത്രീക്ക് തന്റെ സൗഖ്യം ലഭിച്ചതിന് ശേഷം ആ സ്ഥലം വിട്ട് അങ്ങ് പോകാമായിരുന്നു. She touched the clock, she received her healing, she could have gone. തുണിയുടെ തുമ്പിൽ തൊട്ടു, തന്റെ സൗഖ്യം ലഭിച്ചു, അങ്ങനെ പോകാമായിരുന്നു. But she wasn't afraid to come and face Jesus. പക്ഷേ ആ സ്ത്രീക്ക് ഭയമായിരുന്നു യേശു ക്രിസ്തുവിനെ വന്ന് മുഖാമുഖം നോക്കുവാൻ. She was not afraid of man. മനുഷ്യനെ ഭയമില്ലായിരുന്നു. What others would think. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊരു Between ഭയമില്ല. the whole crowd. ആ പുരുഷാരത്തിന്റെ നടുവിൽ Just imagine a classroom, you did something unknowingly. ഒരു വലിയ ക്ലാസ് റൂമിൽ നമ്മൾ അറിയാതെ ഒരു കാര്യം ചെയ്ത് Suddenly you drop something or some sound comes. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണുപോയി, ക്ലാസ്സിൽ എല്ലാവരുടെ ശ്രദ്ധ And കേന്ദ്രീകരിച്ചു. the teacher's like, who was that? എന്നിട്ട് ടീച്ചർ ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ Who would come forward? ആര് മുന്നേ വന്ന് ഞാനാന്ന് ഏറ്റു പറയും. Everyone will be like really awkward. എല്ലാരും ഭയപ്പെട്ട് അല്ലെങ്കിൽ എല്ലാരും ഒരുമാതിരിയായിരിക്കും. But this woman understood that this power came into her and she needed to testify. പക്ഷെ ആ സ്ത്രീക്ക് മനസ്സിലായിരുന്നു ശക്തി ആ സ്ത്രീയിലേക്ക് പകർന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ആ സ്ത്രീക്ക് അത് സാക്ഷ്യപ്പെടുത്തണമായിരുന്നു. An encounter with the power of God will always lead us to the fear of God. ദൈവത്തിന്റെ ശക്തിയുമായിട്ട് നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടെങ്കിൽ അത് ദൈവ ഭയത്തിലേക്ക് നമ്മളെ നയിക്കും. Amen. ആമേൻ. Spirit-filled encounters lead us to fear of God. ആത്മാവാൽ നിറഞ്ഞ എൻകൗണ്ടറുകൾ ദൈവത്തെ ഭയക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. Where we are not afraid of who God is, ദൈവം ആരെന്നുള്ളതിനുള്ള കുറിച്ചൊരു ഭയമല്ല, but we are afraid because out of respect towards Him. പകരം ദൈവത്തിനോടുള്ള ബഹുമാനം കൊണ്ട് വരുന്ന ഭയഭക്തി. Hallelujah. ഹല്ലേലൂയ. Shekarabalaradia sandere. She was not afraid of what others would say. ബാക്കിയുള്ളവർ എന്ത് പറയുന്നതിനെ കുറിച്ച് ആ സ്ത്രീക്ക് ഒരു ഭയവുമില്ലായിരുന്നു. She still chose to come to the front ആ സ്ത്രീ തീരുമാനിച്ചു, ഞാൻ മുന്നിൽ വരുമെന്ന്. and decided to say, this is what happened. എന്നിട്ട് ഏറ്റു പറയുന്നു, ഇതാണ് സംഭവിച്ചത്. That is tenacious faith. അതാണ് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത വിശ്വാസം. It's amazing she chose to just come into the middle of that crowd. എത്ര അത്ഭുതമാണ് അല്ലേ, ആ പുരുഷാരത്തിന്റെ നടുവിലേക്ക് കയറി ചെല്ലുന്നു ആ സ്ത്രീ. Probably till then no one noticed her. ഒരു പക്ഷേ അതുവരെ ആരും ആ സ്ത്രീയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. But actually fear of God is so interesting that it makes us so bold in the spirit. ദൈവത്തിനോടുള്ള ഭയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ മാനസികമായ ഒരു ധൈര്യം തരും. Where we are no longer afraid of what others would say or others would think. അതിനുശേഷം ആൾക്കാർ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഒരു ഭയം ഉണ്ടാവില്ല. Fear of God makes us not to think about ourselves but about the one who is greater. ദൈവഭയം നമ്മളെക്കുറിച്ചല്ല, നമ്മളെക്കാൾ മികച്ച ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. So I want to encourage the church today to increase our faith where we fear God and not man. അതുകൊണ്ട് ഞാൻ സഭയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തെ കൂട്ടുക, മനുഷ്യനെ ഭയക്കുന്ന അളവിലല്ല, ദൈവത്തിനോട് ഭയഭക്തിയുള്ള അളവിലേക്ക്. Finally, I want to conclude by saying this. അവസാനമായിട്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കട്ടെ. Tenacious faith will always make us pursue Jesus. വിട്ടുകൊടുക്കാത്ത വിശ്വാസം നമ്മളെ യേശു ക്രിസ്തുവിനെ പിന്തുടരാൻ പ്രേരിപ്പിക്കും. In every situation. എല്ലാ സാഹചര്യങ്ങളിലും. In every situation. എല്ലാ സാഹചര്യങ്ങളിലും. Whoever is with us or for us, we will choose to say, we want to pursue you, Jesus. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തീരുമാനിക്കും, ഞാൻ യേശു ക്രിസ്തുവിനെ പിന്തുടരുമെന്ന്. Those who are in the hall, if you could rise up to your feet. ഈ ഹാളിൽ ഇരിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ, even as we take this moment to surrender ourselves, ഈ നിമിഷം നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ നമ്മൾ എടുക്കുമ്പോൾ തന്നെ, increase our faith, Lord. ഞങ്ങളുടെ വിശ്വാസത്തെ കൂട്ടണമേ കർത്താവേ. Increase our faith, Jesus. ഞങ്ങളുടെ വിശ്വാസത്തെ കൂട്ടണമേ യേശു. Where we choose to take action. ഞങ്ങൾ പ്രവർത്തി അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ
ചിന്തിക്കുന്നത് പോലെ Where we choose to overcome obstacles, Lord. ഞങ്ങളുടെ സർവ്വ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. Yes, Lord, let there be an aggressive faith that arises within our spirit this evening. ഞങ്ങളുടെ ആത്മാവിൽ ഇന്ന് വളരെ തീവ്രമായ ഒരു വിശ്വാസമുണ്ട്. Where we will go after things that you want us to go after, Lord. അങ്ങേക്ക് ഞങ്ങൾ പിന്തുടരണമെന്ന് ആവശ്യപ്പെടുന്ന സർവ്വത്തെയും പിന്തുടരുന്ന പോലെ. Where we will prevail, Lord Jesus. ഞങ്ങൾ വിജയിക്കുന്ന പോലെ. And Lord, help us to increase our faith to truly fear you in all things, Father. സർവ്വ കാര്യങ്ങളിലും അങ്ങേ യഥാർത്ഥത്തിൽ ഭയഭക്തിയോടെ ഭയക്കുന്ന രീതിയിൽ ഞങ്ങളുടെ വിശ്വാസം കൂട്ടണം. So that we can truly say this from the bottom of our hearts. അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിനകത്തു നിന്നും സത്യത്തിൽ ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കട്ടെ. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. Let's keep singing that. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. Yes, Lord, the pursuit of Jesus arise. കർത്താവേ, യേശു ക്രിസ്തുവിനെ പിന്തുടരുന്ന പ്രേരണ ഞങ്ങൾ വർദ്ധിക്കട്ടെ. എന്റെ You are our everything, Lord. യേശു യേശു എന്റെ പ്രാണപ്രിയൻ. Let's sing എന്റെ ദേഹം. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. Never let go. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. എന്റെ ദേഹം എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ. Yes, Lord, whatever may happen. യേശു never let go. കൈവിടില്ല. Oh, even when we are alone, ഏകനായി തീർന്നിടട്ടെ, you never change, God. യേശു മാറുകില്ല. Yes, സുഖമുള്ള കാലത്തും കണ്ണുനീർ Yes, നേരത്തും Lord. യേശു മാത്രം മതി. in all seasons, സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. കരങ്ങൾ ഉയർത്തി പാടാം. യേശു യേശു എന്റെ സ്നേഹിതൻ. ഓ യേശു എന്റെ പ്രാണപ്രിയൻ. യേശു യേശു എന്റെ സ്നേഹിതൻ. ഓ യേശു എന്റെ പ്രാണപ്രിയൻ. Yes, Lord, we worship you, Jesus. അതേ യേശു ക്രിസ്തുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കും. Help us to pursue you in all seasons, Lord. സർവ്വ കാലഘട്ടത്തിലും അങ്ങേ പിന്തുടരാൻ ഞങ്ങളെ സഹായിക്കാം. Lord, you are asking us to be tenacious.
അങ്ങ് ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നല്ലോ, വിട്ടുകൊടുക്കരുത്. Because you are tenacious towards us, Lord. കാരണം അങ്ങ് ഞങ്ങളെയും ഒരിക്കലും വിട്ടു തന്നിട്ടില്ല. Because you never give up on us. ഒരിക്കലും ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് You never let go of us. ഞങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. You never change. അങ്ങ് ഒരിക്കലും മാറാറില്ല. You are the same yesterday, today and forever. ഇന്നലെയും ഇന്നും എന്നും അങ്ങ് ഒരുപോലാണ്. Therefore, help us to increase this never give up faith, Lord. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഈ വിശ്വാസത്തെ കൂടുതലാക്കുവാൻ ഞങ്ങളെ Believe സഹായിക്കണമേ. against all odds. സർവ്വ സാഹചര്യങ്ങളുടെ To എതിരെയും believe against വിശ്വസിക്കാൻ. every circumstance. സർവ്വ പ്രതിസന്ധിയുടെ എതിരെയും വിശ്വസിക്കാൻ. To believe that everything is possible through you. അങ്ങാൽ സർവവും സാധ്യമെന്ന് വിശ്വസിക്കാൻ. Let our faith arise, Jesus. ഞങ്ങളുടെ വിശ്വാസം ഉണരട്ടെ. We give you glory. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തും. We give you honor. ഞങ്ങൾ അങ്ങയ്ക്ക് സർവമാനം In Jesus' name we pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.